വെൽക്കം എവറിബഡി. ടേസ്റ്റി സ്റ്റാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റോസ്റ്റഡ് വെർമിസെല്ലി കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. സാധാരണ ഉപ്മാവ് വെർമിസെല്ലി കൊണ്ട് നമുക്ക് എന്താ സേമിയ കൊണ്ട് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാറുണ്ട്, പായസം ഉണ്ടാക്കാറുണ്ട് അല്ലേ. സേമിയ കൊണ്ട് സാദമായാലോ, സാധാരണ തൈര് സാദം കേട്ടിട്ടുണ്ടല്ലേ. അപ്പം നമ്മളൊന്നുമില്ല, സാധാരണ തൈര് സാദത്തിനകത്ത് ചോറ് നമ്മൾ പച്ചരിക്കകത്ത് തൈരും ഒക്കെ ആഡ് ചെയ്ത് കടുക് പൊട്ടിച്ച് ഇഞ്ചിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് തൈര് സാദം. ഇത് ആ ചോറിൻ്റെ സ്ഥാനത്ത് നമ്മൾ സേമിയായ എങ്ങനെയിരിക്കും. അപ്പോൾ നമ്മുടെ സേമിയ സാദത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ റോസ്റ്റഡ് ഡബിൾ ഹോസിൻ്റെ റോസ്റ്റഡ് വെർമിസെല്ലിയാണ് എടുത്തേക്കുന്നത്. ബാക്കി നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഇടുന്നത് ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, തൈര്, പുളിയില്ലാത്ത നല്ല കട്ട തൈര്, കടുക്, പാകത്തിന് ഉപ്പ്, കരിവേപ്പില, ലേശം വെള്ളം, വെളിച്ചെണ്ണ. ഇത്രയാണ് നമ്മുടെ സേമിയ സാദത്തിന് ആവശ്യമായിട്ടുള്ള സാധനം. ഞാനിവിടെ സേമിയ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് നല്ല വെന്ത സേമിയാണ്. ഇത് സേമിയ സാദമായതുകൊണ്ട് ഇച്ചിരി ഒന്ന് കുഴഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഒന്നുമില്ല, നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡബിൾ ഹോസിൻ്റെ വെർമിസെല്ലി കൊണ്ട് നമുക്ക് പായസവും ഈ പറഞ്ഞ പോലെ ഉപ്മാവും മാത്രം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ വെർമിസെല്ലി കൊണ്ട് സാദം ഉണ്ടാക്കാം, സേമിയ സാദവും ഉണ്ടാക്കാം കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായി, ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് കൂട്ടി ഇനി ഇതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇടുക. ചുവന്നുള്ളി, ഇഞ്ചി 1 ടീസ്പൂൺ. ഈ തൈര് സാദത്തിൻ്റെ ഒരു മെയിൻ എന്ന് വെച്ചാൽ ഇടയ്ക്ക് ആ ഇഞ്ചിയുടെ ജിഞ്ചറിൻ്റെ ഫ്ലേവർ നല്ലപോലെ കിട്ടണം. 1 ടീസ്പൂൺ ഇഞ്ചി ഇട്ടു. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതിട്ടു. കുറച്ച് കരിവേപ്പില ഇട്ടു. ഒന്ന് മൂത്ത് വന്നാൽ മതി. ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തൈര് ആഡ് ചെയ്തതിന് ശേഷം തൈരും വെർമിസെല്ലിയും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഒന്നും കൂടെ നോക്കാം. അപ്പോൾ ഇതിന് ഈ സാദത്തിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ മെയിനായിട്ട് കാരണം പുളിയുള്ള തൈര് എടുക്കാൻ പാടില്ല. ഇത്തിരി പുളി കൂടി പോയാൽ ശരിയാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇച്ചിരി തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ലേശം തൈരും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് ഏകദേശം ആ തൈര് സാദത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇത് വരും. ഇച്ചിരി കുഴച്ചാണ് എടുത്തേക്കുന്നത്, കാരണം തൈര് സാദം പോലെ വരാനുള്ളതല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഈ തൈര് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാദം സേമിയ സാദം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതിന് വേറൊന്നും വേണ്ട, ഇത് പ്ലെയിനായിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. അതിൻ്റെ കൂടെ നല്ല കണ്ണിമാങ്ങയുടെ പിക്കിളും കൂടെ ഉണ്ടെങ്കിൽ അതും ബെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചോറ് കൊണ്ട് മാത്രമല്ല തൈര് സാദം ഉണ്ടാക്കുന്നത്, ഡബിൾ ഹോസിൻ്റെ വെർമിസെല്ലി കൊണ്ട് നമുക്ക് ഈ സാദം ഉണ്ടാക്കാം. ഇനി ഇത് നമുക്ക് വേറെ ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെർമിസെല്ലി കൊണ്ട് സാദം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നെക്സ്റ്റ് എപ്പിസോഡിൽ നല്ലൊരു വിഭവമായി കാണാം. ബൈ.